വെൽക്കം ടു എഡ്രീൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. അപ്പൊ ഇന്ന് നമ്മുടെ NIOSന്റെ ബിസിനസ് സ്റ്റഡീസ് അല്ലെ, നമ്മുടെ ബിസിനസ് സ്റ്റഡീസിൽ നമുക്ക് 14 ചാപ്റ്ററുകളാണ് എക്സാമിനായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അതില് നമുക്ക് യൂണിറ്റ് 3 ബിസിനസ് എൻവയോൺമെന്റ് അഥവാ ബിസിനസ് പരിസ്ഥിതി, അതിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഈ ഒരു ബിസിനസ് സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പേപ്പറിൽ ആദ്യമായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. ബിസിനസ് എൻവയോൺമെന്റ് അല്ലെ, എന്താണ് ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മളിവിടെ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കുന്നത് എന്താണ് ബിസിനസ് എൻവയോൺമെന്റ്, അതിന്റെ ഡെഫിനിഷൻ അല്ലെ, അതായത് അതിന്റെ ഫീച്ചേഴ്സ്, സവിശേഷതകൾ എന്തൊക്കെയാണ്, പല ടൈപ്സ് ഓഫ് എൻവയോൺമെന്റുകൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ അതിനെ കൂടാതെ ബിസിനസ് ഫോളോ ചെയ്യേണ്ട CSR, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും കേട്ടോ. അങ്ങനെയുള്ള കുറച്ച്, അതുപോലെ തന്നെ നമ്മുടെ LPG പോളിസീസ് അല്ലെ, അതുപോലെ തന്നെ GST, അതുപോലെ തന്നെ മേക്ക് ഇൻ ഇന്ത്യ, ഡിജിറ്റൽ ഇന്ത്യ, ബിസിനസ് എത്തിക്സ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ വളരെയധികം സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നമുക്കറിയാം ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ ബിസിനസിനെ കുറിച്ച് പറയുന്ന ചാപ്റ്റർ ആണ് അല്ലെ. നമ്മള് കൊമേഴ്സ് സ്റ്റുഡൻസ് ആണ്. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ടും അറിയേണ്ടത് എന്താണ് ബിസിനസ്. ഭാവിയിൽ നമ്മളൊരു ബിസിനസ് ഓൺടർപ്രണർ ആയിട്ട് മാറുമ്പോൾ നമുക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ബിസിനസ് എൻവയോൺമെന്റ്? എന്താണ് ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബിസിനസ് ഒറ്റയ്ക്കല്ല പ്രവർത്തിക്കുക, അതിനെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് ഘടകങ്ങൾ, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ഈ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നോക്കി നോക്കൂ. ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത്, ഇപ്പൊ നമ്മളെ ബാധിക്കുന്ന കുറെ കാര്യങ്ങളില്ലേ. നമ്മളിപ്പോ ഒരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. അപ്പൊ ആ സൊസൈറ്റിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ബാധിക്കും അല്ലെ. നമ്മളിപ്പോ ഒരു കൾച്ചറിൽ ജീവിക്കുമ്പോ ആ കൾച്ചറും ആ ഒരു സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിനെ ബാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബിസിനസ് എവിടെയാണോ ഉള്ളത് അതിനെ ചുറ്റിപ്പറ്റിയുള്ള പരിസ്ഥിതികൾ ബിസിനസിനെ ബാധിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ബിസിനസിനെ ബാധിക്കുന്ന എല്ലാ ഘടകങ്ങളെയും നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഭാഗത്ത് പഠിക്കുന്നത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ഇപ്പൊ ബിസിനസിനെ ബാധിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ബിസിനസിന്റെ അകത്തുള്ള കാര്യങ്ങളും ബിസിനസിനെ ബാധിക്കുമല്ലോ ഇല്ലേ. അതുപോലെ തന്നെ ബിസിനസിന് പുറത്തുള്ള കാര്യങ്ങളുണ്ട്, അതായത് ബിസിനസിന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ബിസിനസിന്റെ പുറത്തുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ബിസിനസ് എൻവയോൺമെന്റ് എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ നോക്കിയോ, ഒരു എക്സാമ്പിൾ ആയിട്ട് പറയണം, ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ അവിടെ ആ ഒരു സമയത്താണ് ഗവൺമെന്റ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട പുതിയൊരു നിയമം കൊണ്ടുവന്നത്. തീർച്ചയായിട്ടും അത് എന്റെ ബിസിനസിനെ ബാധിക്കില്ലേ അല്ലെ. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ പുതിയ ടെക്നോളജി വന്നു. അപ്പൊ ആ ടെക്നോളജിക്ക് അനുസരിച്ച് ഞാനും എന്റെ ബിസിനസ്സിൽ മാറ്റങ്ങൾ വരുത്തണ്ടേ ഇല്ലേ. അല്ലെങ്കിൽ ഞാനിപ്പോ ഒരു ഫുഡ് ഐറ്റം ആണ് വിൽക്കുന്നത്. പക്ഷെ എന്റെ ഫുഡ് ഐറ്റത്തിന് ഡിമാൻഡ് കുറഞ്ഞു, കാരണം കസ്റ്റമറിന് ആ ഫുഡ് ഐറ്റം ഇപ്പൊ ഇഷ്ടപ്പെടുന്നില്ല, അല്ലാതെ കസ്റ്റമറിന്റെ ടേസ്റ്റും പ്രിഫറൻസ് ഒക്കെ മാറി. അപ്പൊ അതിനനുസരിച്ച് നമ്മളെ ഫുഡിന്റെ സ്ട്രക്ചറിലും കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരുത്തണ്ടേ അല്ലെ. അപ്പൊ അതാണ് പറയുന്നത് ബിസിനസിനെ ബാധിക്കുന്ന ഘടകങ്ങൾ പുറത്തുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ ഘടകങ്ങള് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നോക്കി നോക്കൂ, ഞാൻ നല്ല രീതിയിൽ ഇങ്ങനെ ബിസിനസ് നടത്തിക്കൊണ്ട് പോവാണ്, പെട്ടെന്നാണ് കൊറോണ വന്നത് അല്ലെ. അത് എന്റെ ബിസിനസിനെ അത് ബാധിക്കുന്നുണ്ട്, എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഞാൻ നല്ല രീതിയിൽ ഇപ്പൊ ബിസിനസ് നടത്തിക്കൊണ്ട് പോവാണേ, കൊറോണ ഇപ്പൊ വരണ്ട എന്ന് പറഞ്ഞിട്ട് ആ കൊറോണ എന്ന് പറഞ്ഞ രോഗത്തിന് എനിക്ക് മാറ്റാൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ അങ്ങനെ നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ, അല്ലെങ്കിൽ ഗവൺമെന്റ് പുതിയൊരു നിയമം കൊണ്ടുവരികയാണ്. അപ്പൊ ഞാൻ പറയാണ് ഗവൺമെന്റ് ഇപ്പൊ ഈ പുതിയ നിയമം കൊണ്ടുവരരുത്, എന്റെ ബിസിനസിനെ അത് ബാധിക്കും എന്ന് പറഞ്ഞിട്ട് എനിക്കത് മാറ്റി നിർത്താൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ള ബിസിനസിനെ ബാധിക്കുന്നതും ബിസിനസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള ഘടകങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബിസിനസ് എൻവയോൺമെന്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ബിസിനസ് എന്ത് ചെയ്യണം? ഈ എൻവയോൺമെന്റുമായിട്ട് പൊരുത്തപ്പെട്ടു പോകണം, എങ്കിലേ ബിസിനസ് വിജയിക്കുള്ളൂ അല്ലെ. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അപ്പൊ ഇതാണ് ബിസിനസ് എൻവയോൺമെന്റ്. അപ്പൊ ഈ ബിസിനസ് എൻവയോൺമെന്റിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നോക്കി നോക്കൂ. ഒന്നാമത്തതാണ്
ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുമ്പോ എന്താ, സം ടോട്ടൽ ഓഫ് ഓൾ ഫാക്ടേഴ്സ്. അതായത് ബിസിനസിനെ ബാധിക്കുന്ന ബിസിനസിന്റെ പുറത്തുള്ള എല്ലാ ഫാക്ടേഴ്സിന്റെയും ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ബിസിനസ് എൻവയോൺമെന്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മുടെ കസ്റ്റമർ ആയിക്കോട്ടെ, ഗവൺമെന്റ് ആയിക്കോട്ടെ, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആയിക്കോട്ടെ, ടെക്നോളജി ആയിക്കോട്ടെ, ഇതൊക്കെ ബിസിനസിനെ ബാധിക്കുന്ന കാര്യങ്ങളല്ലേ. ഇതിനെല്ലാം കൂടി പറയുന്ന പേരാണ് എന്ത്, ബിസിനസ് എൻവയോൺമെന്റ്. അതേപോലെ തന്നെ നമുക്ക് പറയാം എന്ത്, മൈക്രോ ആൻഡ് മാക്രോ ഫാക്ടേഴ്സ് അല്ലെ. ബിസിനസ് എന്താ മൈക്രോ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോ ബിസിനസിനെ ബാധിക്കുന്ന നേരിട്ട് ബാധിക്കുന്ന ഘടകങ്ങൾ അതേതൊക്കെയാണ്? നമ്മളിപ്പോ കസ്റ്റമേഴ്സ്, അവർക്ക് അവരുടെ ടേസ്റ്റിലും പ്രിഫറൻസിലും മാറ്റങ്ങൾ വന്നു, ഡിമാൻഡിൽ മാറ്റങ്ങൾ വന്നു, നമ്മുടെ ബിസിനസിനെ അത് ബാധിക്കും. ദെൻ കോമ്പറ്റീറ്റേഴ്സ് അല്ലെ, നമ്മൾ അതേപോലെ പ്രോഡക്റ്റ് വിൽക്കുന്ന മറ്റ് കമ്പനികൾ ഉണ്ടാവും. അവരെന്തിപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഫോണ്, ഞാനൊരു ഫോൺ വിൽക്കുന്ന കമ്പനിയാണ്, എന്റെ അതുപോലെ ഫോൺ വിൽക്കുന്ന ഒരുപാട് കമ്പനികൾ വേറെ ഉണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യാണ്, അവരവരുടെ ഫോണിന്റെ പ്രൈസ് കൊണ്ട് കുറച്ചു, അത് എന്നെ ബാധിക്കൂലേ? ആൾക്കാരെന്താ പറയാ, ഓ അതായത് ഞാൻ വിൽക്കുന്ന ഫോണിന് പ്രൈസ് കൂടുതലാണ്, അത് വാങ്ങണ്ട, അതിനേക്കാളും വില കുറവുള്ള ഫോണ് മാർക്കറ്റിൽ ഉണ്ടല്ലോ, അപ്പൊ അത് വാങ്ങാന്ന് പറഞ്ഞിട്ട് ആളുകൾ വില കുറഞ്ഞ ഫോണിലേക്ക് പോകും. അപ്പൊ അതെന്നെ ബാധിക്കില്ലേ? യെസ്. അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ് അല്ലെ, ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ? നമ്മളെ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളാണ്. നമ്മൾക്ക് ബിസിനസ് തുടങ്ങാൻ എന്ത് വേണം? ക്യാഷ് വേണം. അപ്പൊ ഈ ക്യാഷ് തരുന്ന ആളുകളെ എന്താണ്, അവരെന്തെങ്കിലും മാറ്റങ്ങൾ അവരുടെ എന്താണ് ഇൻവെസ്റ്റ്മെന്റിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയാൽ നമ്മുടെ ബിസിനസിനെ ബാധിക്കില്ലേ? അപ്പൊ അതാണ് മൈക്രോ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. അതായത് ബിസിനസിനെ നേരിട്ട് ബാധിക്കുന്ന ഘടകങ്ങൾ. ഇനി മാക്രോ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ബിസിനസിന്റെ പുറത്ത് നടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാണ്? പൊളിറ്റിക്സ്. നമ്മുടെ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസിനെ അത് ബാധിക്കുന്നുണ്ട്. നമ്മുടെ സംസ്കാരം, നമ്മുടെ നിയമങ്ങൾ, നമ്മുടെ ടെക്നോളജി, ഇതിലൊക്കെ എന്തെങ്കിലും മാറ്റം വന്നാൽ ബിസിനസ് അതിനനുസരിച്ച് മാറണം, ഇല്ലെങ്കിൽ നമുക്ക് നിലനിൽക്കാൻ പറ്റൂല. ഓക്കെ. അടുത്ത ഒരു ഫീച്ചർ ആണ്, നോക്കി നോക്കൂ. ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റർ റിലേറ്റഡ്നെസ് ആണ് അല്ലെ. അതായത് ബിസിനസ് എൻവയോൺമെന്റ് എന്താണ്, പരസ്പരം കണക്റ്റഡ് ആണ് അല്ലെ. അതായത് എങ്ങനെ നോക്കി നോക്കൂ, ഇപ്പോ ഗവൺമെന്റ് പുതിയൊരു നിയമം കൊണ്ടുവന്നു. നമ്മളെ ഇപ്പൊ ഈയിടെയായിട്ട് GST കൂടിയില്ലേ ഇല്ലേ? GST കൂടി. അപ്പൊ എന്താ സംഭവിച്ചത്? കമ്പനികൾ അവർ വിൽക്കുന്ന അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ അവർ വിൽക്കുന്ന പ്രോഡക്ട്സിന് പ്രൈസ് കൂട്ടി. എങ്ങനെയപ്പോ അവർ പ്രൈസ് കൂട്ടിയത്? ഗവൺമെന്റ് ടാക്സ് കൂട്ടിയപ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് എന്താണ്, പ്രൊഡക്റ്റിന്റെ പ്രൈസും കൂടി. അപ്പൊ നോക്കിയൊക്കെ ഇത് കണക്റ്റഡ് അല്ലേ. അതായത് എൻവയോൺമെന്റിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട എൻവയോൺമെന്റിൽ എന്തോ മാറ്റം വന്നാലും അതെവിടെ ബാധിക്കും? നമ്മുടെ ബിസിനസിനെ ബാധിക്കും. ഓക്കെ. ദെൻ അടുത്ത പോയിന്റ് നോക്കി നോക്കൂ, ഡയനാമിക് ആണ് അല്ലെ. ഡൈനാമിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? മാറ്റങ്ങള്. ബിസിനസ് എൻവയോൺമെന്റ് എപ്പോഴും ഒരേപോലെയാണോ? ഗവൺമെന്റ് എപ്പോഴും ഒരേ നയാണോ കൊണ്ടുവരിക? അല്ലെങ്കിൽ നമ്മുടെ പൊളിറ്റിക്സിൽ എപ്പോഴും ഒരേപോലെയാണോ? അല്ലെങ്കിൽ നമ്മുടെ സിറ്റുവേഷൻ എപ്പോഴും ഒരുപോലെയാണോ? കസ്റ്റമറിന്റെ ടേസ്റ്റും പ്രിഫറൻസും ഒക്കെ എപ്പോഴും ഒരുപോലെയാണോ? അല്ലല്ലോ, അതിങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അല്ലെ. അതുകൊണ്ടാണ് പറയുന്നത് ബിസിനസ് എൻവയോൺമെന്റ് എന്താ, ഡൈനാമിക് ആണ് എന്ന്. ദെൻ അടുത്ത് നോക്കി നോക്കൂ, കോംപ്ലെക്സ് അല്ലെ. കോംപ്ലെക്സ് ആണെന്ന് പറയാൻ കാരണം എന്താണ്? വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ബിസിനസ് എൻവയോൺമെന്റ്. കാരണം എന്താണ്? ഓരോ രാജ്യത്തും ഓരോ സ്ഥലത്തും ബിസിനസ് എൻവയോൺമെന്റ് വ്യത്യസ്തമാണ് ഇല്ലേ. ഇപ്പൊ ഒന്നും ആലോചിച്ച് നോക്കൂ, ഇന്ന് നമ്മുടെ രാജ്യത്തുള്ള സംസ്കാരം, നമ്മുടെ രാജ്യത്തുള്ള ഡ്രസ്സിങ്, നമ്മുടെ രാജ്യത്തുള്ള ഫുഡ് സ്റ്റൈലൊക്കെയാണോ മറ്റു രാജ്യങ്ങളിലുള്ളത്? അല്ല. അപ്പൊ ഓരോ രാജ്യത്തും പല രീതിയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആണ്. ദെൻ അടുത്തൊരു ഫീച്ചർ ആണ് അൺസർട്ടൈൻ. നമുക്ക് ബിസിനസ് എൻവയോൺമെന്റ് എങ്ങനെയാ വരിക നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഞാൻ വിചാരിക്കുകയാണ് കൊറോണ വരുമെന്ന് എനിക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നോ? ഇല്ല. പക്ഷെ കൊറോണ വന്നു, അത് നമ്മുടെ ലോകത്തിലുള്ള എല്ലാ ബിസിനസ്സിനെയും അത് ബാധിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. നമുക്കത് പ്രെഡിക്ട് ചെയ്യാൻ പറ്റുമോ ഇന്ന സമയത്ത് ഇന്ന സംഭവങ്ങളൊക്കെ വരുമെന്ന്? ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ബിസിനസ് എൻവയോൺമെന്റ് അൺസർട്ടൈൻ ആണ്, നമുക്ക് ഒന്നും പ്രവചിക്കാൻ കഴിയില്ല. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ്
ഈ ബിസിനസ് എൻവയോൺമെന്റിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇനി അടുത്ത ഭാഗം നോക്കി നോക്കാം. ബിസിനസ് എൻവയോൺമെന്റിന്റെ ഇമ്പോർട്ടൻസ് അഥവാ പ്രാധാന്യം എന്തൊക്കെയാണ് നോക്കി നോക്കൂ. എന്തൊക്കെയാണെന്നുള്ളത് ബിസിനസ് എൻവയോൺമെന്റിനെ കുറിച്ചിട്ട് ഒരു ബിസിനസ്മാൻ അറിഞ്ഞിരിക്കണം. ഇപ്പൊ ഞാനൊരു ബിസിനസ് നടത്തുകയാണെങ്കിൽ ഞാൻ അറിഞ്ഞിരിക്കണം എന്തൊക്കെയാണ് ഈ ബിസിനസ് എൻവയോൺമെന്റിൽ നടക്കുന്നത് എന്ന്. ഓക്കെ, അപ്പൊ ബിസിനസ് എൻവയോൺമെന്റിനെ കുറിച്ച് അറിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് നോക്കി നോക്കൂ. അവസരങ്ങൾ കണ്ടെത്തും, അല്ലെ? അതായത് നമ്മുടെ ബിസിനസ്സിന് ഭാവിയിൽ ഉണ്ടാവുന്ന അവസരങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും, അല്ലെ? അതുപോലെ തന്നെ പുതിയ പുതിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഏതൊക്കെയാണെന്ന് തിരിച്ചറിയാൻ പറ്റും, അല്ലെ? അതേപോലെ തന്നെ നമുക്ക് ഭാവിയിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും ഭീഷണികൾ, നമ്മുടെ ബിസിനസ്സിന് ഉണ്ടാവുന്ന എന്തെങ്കിലും ഭീഷണികൾ ഉണ്ടോ എന്ന് നമുക്ക് മുൻകൂട്ടി തിരിച്ചറിയാൻ പറ്റും, അല്ലെ? അതുപോലെ തന്നെ എന്താണ് അടുത്തൊരു പോയിന്റ് ആണ് വളർച്ച, ഗ്രോത്ത്. നമുക്ക് നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ബിസിനസ് എൻവയോൺമെന്റിനെ കുറിച്ച് ഇങ്ങനെ നോക്കിയിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭാവിയിൽ നമ്മുടെ ബിസിനസ്സിനെ എത്രമാത്രം വളർച്ച ഉണ്ടാക്കാം, ഡെവലപ്പ് ചെയ്യാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ അടുത്തത് നമുക്ക് ബിസിനസ് എൻവയോൺമെന്റിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു നല്ല ഗുഡ് ഇമേജ്, ഇല്ലേ? അതായത് ആളുകളുടെ ടേസ്റ്റിനനുസരിച്ചും പ്രിഫറൻസിനനുസരിച്ചും ഒക്കെ നമ്മൾ നല്ല പ്രോഡക്റ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, അതേപോലെ തന്നെ എന്താ പറയാ, ആളുകൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ നടന്നിട്ടുണ്ടെങ്കിൽ, ചെയ്തിട്ടുണ്ടെങ്കിൽ ആളുകൾക്കിടയിൽ ബിസിനസിനെ കുറിച്ച് നല്ലൊരു ഇമേജ് ഉണ്ടാവില്ലേ? അതേപോലെ തന്നെ മത്സരക്ഷമത, അല്ലെ? നമുക്ക് കോമ്പറ്റീഷനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. നമ്മുടെ അതേപോലെ പ്രോഡക്റ്റ് വിൽക്കുന്ന മറ്റു കമ്പനികൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ നോക്കി മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ നമുക്ക് പറ്റും, അല്ലെ? പിന്നെ അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കണ്ടിന്യൂസ് ലേണിംഗ് ആണ്, അല്ലെ? അതായത് ബിസിനസ് എൻവയോൺമെന്റിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു മാനേജർക്കാണെന്നുണ്ടെങ്കിൽ പുതിയ പുതിയ അറിവുകൾ കിട്ടുന്നു, പുതിയ പുതിയ കഴിവുകൾ പഠിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഓക്കെ, അപ്പോ ഇതൊക്കെയാണ് ബിസിനസ് എൻവയോൺമെന്റിനെ കുറിച്ച് ഒരു ബിസിനസ്മാൻ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലുള്ള ഗുണങ്ങൾ. അതുകൊണ്ട് തന്നെ എന്താണ് ബിസിനസ് എൻവയോൺമെന്റ് എന്നും എന്താണ് ബിസിനസ് എൻവയോൺമെന്റിൽ നടക്കുന്ന മാറ്റങ്ങൾ എന്നും തിരിച്ചറിയല് വളരെയധികം നിർബന്ധമാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ഭാഗം നോക്കാം. ഈ ടൈപ്സ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ്. ബിസിനസ് എൻവയോൺമെന്റിന്റെ പല തരങ്ങളുണ്ട്, അല്ലെ? അതിലേതൊക്കെയാണ്? ഒന്നാമത്തതാണ് നമ്മുടെ സാമ്പത്തിക എക്കണോമിക് എൻവയോൺമെന്റ്. രണ്ടാമത്തതാണ് നോൺ എക്കണോമിക് എൻവയോൺമെന്റ്. അപ്പൊ പ്രധാനമായിട്ടും ബിസിനസ് എൻവയോൺമെന്റിനെ രണ്ടായിട്ടാണ് നമ്മൾ തരം തിരിച്ചിട്ടുള്ളത്, എക്കണോമിക് എൻവയോൺമെന്റ് എന്നും നോൺ എക്കണോമിക് എൻവയോൺമെന്റ് എന്നും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് എക്കണോമിക് എൻവയോൺമെന്റ്? ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക സംവിധാനം, അല്ലെ? അതുപോലെ തന്നെ സാമ്പത്തിക നയങ്ങൾ, എക്കണോമിക് പോളിസി, സാമ്പത്തിക സ്ഥിതി, അല്ലെ? അതുപോലെ തന്നെ വിദേശ വ്യാപാര നിക്ഷേപ നയങ്ങൾ എന്നിവയെല്ലാം നമ്മുടെ എക്കണോമിക് എൻവയോൺമെന്റിൽ ഉൾപ്പെടും, അല്ലെ? നമ്മുടെ രാജ്യം നമുക്ക് നോക്കി നോക്കൂ. നമ്മുടെ നാട്ടില് ഇപ്പോ ബിസിനസ് തുടങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാ. കാരണം എന്താ? നമ്മുടെ നാട് അത്രമാത്രം ഡെവലപ്ഡ് ആയിട്ടില്ല. നമ്മുടെ നാട്ടിൽ അത്രമാത്രം ക്യാഷും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മുടെ സാമ്പത്തിക ഭദ്രത അത്ര നല്ലതാണോ? നല്ലതൊന്നും അല്ല, അല്ലെ? പക്ഷെ നമ്മൾ പുറത്തൊക്കെ പോവാണെന്നുണ്ടെങ്കിലും വല്ല യൂറോപ്യൻ കൺട്രീസിലൊക്കെ ബിസിനസ് നടത്താൻ വളരെ ഈസിയാണ്. അവരുടെ സാമ്പത്തിക നയങ്ങളും അവരുടെ സാമ്പത്തിക ശേഷിയും ഒക്കെ അത്യാവശ്യം ഗുഡാണ്, അല്ലെ? അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്തിൽ അടങ്ങിയിട്ടുള്ളത്? എക്കണോമിക് എൻവയോൺമെന്റിൽ ഉൾപ്പെടുന്നത്. ഇപ്പൊ ഒരു ബിസിനസിന്റെ നിലനിൽപ്പ് എന്ന് പറയുമ്പോ അത് എന്തിനെ ആശ്രയിച്ചിരിക്കും? ആ രാജ്യത്തിന്റെ സാമ്പത്തിക കണ്ടീഷൻ അനുസരിച്ചിരിക്കും, അല്ലെ? ഒരു രാജ്യത്ത് ഇപ്പോ അതായത് നോക്കി നോക്കൂ, എക്കണോമിക് എൻവയോൺമെന്റിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അതിൽ ഏതൊക്കെയാണ്? ഒന്നാമത്തതാണ് എക്കണോമിക് കണ്ടീഷൻ, അല്ലെ? അതായത് എന്താണ് ആ രാജ്യത്തിന്റെ സാമ്പത്തിക നില. എങ്ങനെ നമ്മൾ നോക്കുക? ഒരു രാജ്യം നല്ല രീതിയിൽ സാമ്പത്തികമായിട്ട് നല്ല രീതിയിലാണോ അല്ലയോ നമ്മൾ എങ്ങനെയാ നോക്കുക? അതിന്റെ GDP റേറ്റ്, അല്ലെ? അതായത്
എന്താണ് GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയും. അതിന്റെ GDP റേറ്റ് നോക്കും. ആ രാജ്യത്തിന്റെ പെർ ക്യാപിറ്റ ഇൻകം നോക്കും. പിന്നെ അതുപോലെ തന്നെ ആ രാജ്യത്തിന്റെ എന്താ പറയാ സിസ്റ്റം, എക്കണോമിക് സിസ്റ്റം എങ്ങനെയാണ് നോക്കും അല്ലെ. ഇതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് എന്താ ചെയ്യുന്നത്, എന്താണ് എക്കണോമിക് കണ്ടീഷൻ എങ്ങനെയാണ് എന്ന് നമ്മൾ ഫിക്സ് ചെയ്യുക. അതേപോലെ തന്നെയാണ് എന്ത് നമ്മുടെ എക്കണോമിക് പോളിസി അല്ലെ. എക്കണോമിക് പോളിസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു ഗവൺമെന്റ് അവരുടെ നയങ്ങള് അല്ലെ, ഗവൺമെന്റ് കൊണ്ടുവരുന്ന പല നയങ്ങള് എങ്ങനെയൊക്കെയാണ് എന്ന് നോക്കൂ അല്ലെ. അതായത് ഇപ്പോ എന്താണ്, ഗവൺമെന്റ് രൂപീകരിക്കുന്ന സാമ്പത്തിക നയങ്ങൾ അത് ബിസിനസിനെ ബാധിക്കും അല്ലെ. അതായത് ഇപ്പൊ നമ്മുടെ ഇൻഡസ്ട്രിയൽ പോളിസി, ഫിസിക്കൽ പോളിസി, അതുപോലെ തന്നെ മോണിറ്ററി പോളിസി, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് പോളിസി, എക്സിം പോളിസി, അങ്ങനെ ഒരുപാട് നയങ്ങളുണ്ട്. അത് ബിസിനസിനെ ബാധിക്കും. അതുപോലെ തന്നെയാണ് എക്കണോമിക് സിസ്റ്റം അല്ലെ. അതായത് എക്കണോമിക് സിസ്റ്റം എന്ന് പറയുമ്പോ ലോകത്തില് പ്രധാനമായും 3 തരം സാമ്പത്തിക സംവിധാനങ്ങളാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തതാണ് ക്യാപിറ്റലിസ്റ്റ് എക്കണോമി, രണ്ടാമത്തതാണ് സോഷ്യലിസ്റ്റ് എക്കണോമി, മൂന്നാമത്തതാണ് മിക്സഡ് എക്കണോമി. ഓക്കെ, അപ്പൊ ഇന്ത്യ ഫോളോ ചെയ്യുന്നത് എന്താണ്, മിക്സഡ് എക്കണോമിയാണ്. ഓക്കെ, അപ്പോ ഇതൊക്കെയാണ് ഈ എക്കണോമിക് എൻവിയോൺമെന്റിൽ ഉൾപ്പെടുന്നത്. അപ്പൊ ഏതൊക്കെയാണ് എക്കണോമിക് എൻവിയോൺമെന്റിൽ ഉൾപ്പെടുന്നത്? 3 കാര്യങ്ങളാണ്. ഒന്ന് എക്കണോമിക് കണ്ടീഷൻ, അതായത് സാമ്പത്തിക സ്ഥിതിഗതികൾ. രണ്ടാമത്തത് എക്കണോമിക് പോളിസി. ഓക്കെ, അതായത് സാമ്പത്തിക നയങ്ങൾ. മൂന്നാമത്തതോ എക്കണോമിക് സിസ്റ്റം അല്ലെ, അതായത് ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം ആണോ, സോഷ്യലിസ്റ്റ് എക്കണോമി ആണോ, മിക്സ്ഡ് എക്കണോമി ആണോ. ഈ 3 കാര്യങ്ങളാണ് എക്കണോമിക് എൻവിയോൺമെന്റിൽ ഉൾപ്പെടുന്നത്. അപ്പൊ നമ്മളിപ്പോ എന്താ ഇവിടെ പറയുന്നത്, ബിസിനസ് എൻവിയോൺമെന്റിനെ 2ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട്. എക്കണോമിക് എൻവിയോൺമെന്റ് എന്നും നോൺ എക്കണോമിക് എൻവിയോൺമെന്റ് എന്നും. അതിൽ എക്കണോമിക് എൻവിയോൺമെന്റിൽ വരുന്ന 3 കാര്യങ്ങളാണ് എക്കണോമിക് കണ്ടീഷൻ, എക്കണോമിക് സിസ്റ്റം, എക്കണോമിക് പോളിസീസ്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് നോൺ എക്കണോമിക് എൻവിയോൺമെന്റ് അല്ലെ, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരിക അല്ലെ. അതായത് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള സാമ്പത്തിക ഘടകങ്ങളല്ലാത്ത മറ്റ് ബിസിനസിനെ ബാധിക്കുന്ന മറ്റ് ഘടകങ്ങൾ ഉണ്ടല്ലോ അല്ലെ. അതേതൊക്കെയാണ്? സോഷ്യൽ എൻവിയോൺമെന്റ്, അതുപോലെ തന്നെ ലീഗൽ എൻവിയോൺമെന്റ് അല്ലെ, അതുപോലെ തന്നെ എന്താ നമ്മുടെ ഡെമോഗ്രാഫിക് എൻവിയോൺമെന്റ് അല്ലെ, ജനസംഖ്യ എൻവിയോൺമെന്റ് അല്ലെ, അതുപോലെ തന്നെ നാച്ചുറൽ എൻവിയോൺമെന്റ്. ഇതൊക്കെ ബിസിനസിനെ ബാധിക്കുന്ന ഘടകങ്ങളല്ലേ അല്ലെ. എന്താണ് സോഷ്യൽ എൻവിയോൺമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമൂഹത്തിലെ രീതികൾ അല്ലെ, സമൂഹത്തിന്റെ ജീവിത രീതികൾ. നമ്മളിപ്പോ ഒരു സമൂഹം, ഇന്ത്യയിലുള്ള ഒരു ബിസിനസ്, ഇന്ത്യയിൽ ഉള്ള ആചാരങ്ങൾ എന്തൊക്കെയാണ്, പാരമ്പര്യങ്ങൾ എന്തൊക്കെയാണ്, ഇന്ത്യ കൊടുക്കുന്ന മൂല്യങ്ങൾ എന്തിനൊക്കെയാണ്, വിശ്വാസങ്ങൾ എങ്ങനെയൊക്കെയാണ്, ആ ഇന്ത്യയുടെ പോവർട്ടി എന്തൊക്കെയാണ്, ലിറ്ററസി റേറ്റ്, അതുപോലെ തന്നെ ലൈഫ് എക്സ്പെക്ടൻസി, അതായത് ഒരു ആയുസിന്റെ ശരാശരി, അവിടെയുള്ള ജനങ്ങളുടെ ആയുസിന്റെ ശരാശരി. ഇതൊക്കെ നോക്കിയിട്ടാണ് നമുക്ക് ബിസിനസ് ആരംഭിക്കാൻ പറ്റുള്ളൂ അല്ലെ. ഇപ്പൊ നോക്കി നോക്കൂ, നമ്മുടെ നാട്ടില് ഫെസ്റ്റിവൽസ്, ഓണം, വിഷു, അല്ലെങ്കിൽ പെരുന്നാള്, അതുപോലെ തന്നെ ക്രിസ്മസ് ഒക്കെ വരുമ്പോ എന്ത് ചെയ്യും, നമ്മുടെ നാട്ടിലുള്ള ബിസിനസ്സുകാരോ നല്ല രീതിയിൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൂടുതൽ അവർക്ക് മാർക്കറ്റ് വരും. അത് നമ്മുടെ നാട്ടിന്റെ ഒരു ആചാരമാണ്. നമ്മുടെ നാടിന്റെ ആചാരങ്ങൾക്കനുസരിച്ചാണ് നമുക്ക് ബിസിനസ് നടത്താൻ പറ്റുള്ളൂ അല്ലെ. അതായത് ഓരോ നാട്ടിലും പല ആചാരങ്ങളും പല വിശ്വാസങ്ങളും പല പാരമ്പര്യങ്ങളും ഒക്കെ ആയിരിക്കും. അപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്യണം, ആ സമൂഹത്തിൽ ഉള്ള ബിസിനസ്സിലും മാറ്റങ്ങൾ വരും. അതാണ് എന്ത് നമ്മുടെ സോഷ്യൽ എൻവിയോൺമെന്റ് എന്ന് പറയുന്നത്. ദെൻ പൊളിറ്റിക്കൽ എൻവിയോൺമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അല്ലെ, അതായത് എന്താ, രാജ്യത്തിന്റെ രാഷ്ട്രീയ സംവിധാനം അല്ലെ, അതുപോലെ തന്നെ സർക്കാർ കൊണ്ടുവരുന്ന നയങ്ങള്, ബിസിനസ്സുകളോടുള്ള സർക്കാരിന്റെ സമീപനം, അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ തൊഴിലാളി യൂണിയനുകളുടെ പ്രവർത്തനങ്ങള്
അല്ലെ? അപ്പൊ ഇതൊക്കെ എന്താണ്, ഈ വക കാര്യങ്ങളും നമ്മുടെ ബിസിനസിനെ ബാധിക്കുന്നുണ്ട്. ഇല്ലേ? ഇപ്പൊ നോക്കി നോക്കൂ, നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേകത എന്താ? ഓരോ 5 വർഷം കൂടുമ്പോഴും പുതിയ പുതിയ ഗവൺമെന്റ് വരുന്നുണ്ട്. അവരെ പല പല നയങ്ങൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. അല്ലെ? അപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്യും? ബിസിനസിന്റെ കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അതാണ് പൊളിറ്റിക്കൽ എൻവയോൺമെന്റിൽ വരുന്നത്. അതുപോലെ തന്നെ നോക്കി നോക്കൂ, ആദ്യം നമ്മുടെ ഒരു കാലത്ത് കൊക്കക്കോള കമ്പനി ഇന്ത്യയിൽ പ്രവർത്തനം അവസാനിച്ച് രാജ്യം വിട്ടു പോയിരുന്നു. ഒരുപാട് സമരങ്ങളും ഒരുപാട് തർക്കങ്ങളും ഒക്കെ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് എന്ത് ചെയ്തു? എന്താണ്, പല ട്രേഡ് യൂണിയനുകളൊക്കെമായി സംസാരിച്ചിട്ട് ആ കമ്പനി വീണ്ടും എന്ത് ചെയ്തു? ഇന്ത്യയിലേക്ക് തന്നെ വന്നു. അല്ലെ? അപ്പോ അത് അങ്ങനെ എന്താണ്, രാജ്യത്തിന്റെ ഈ സർക്കാരിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങളൊക്കെ ബിസിനസിനെ ബാധിക്കും. ഓക്കെ, then അടുത്ത നോക്കി നോക്കൂ, ലീഗൽ എൻവയോൺമെന്റ്. അല്ലെ? ലീഗൽ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ബിസിനസിനെ നിയന്ത്രിക്കുന്ന നിയമങ്ങളും റൂൾസ്, അല്ലെ, അല്ലെങ്കിൽ ചട്ടങ്ങളുമാണ് എന്ത് ലീഗൽ എൻവയോൺമെന്റിൽ ഉള്ളത്. ഇപ്പോ ഓരോ സ്ഥാപനവും നിയമത്തിന്റെ പരിധിക്കുള്ളിലായിരിക്കണം. അല്ലെ? നിയമം അനുസരിക്കാതെ നമുക്ക് ബിസിനസ് നടത്താൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഒരുപാട് നിയമങ്ങൾ, ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരുപാട് നിയമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കമ്പനീസ് ആക്ട് 2013, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് 1999 ഫെമ, അതുപോലെ തന്നെ ഫാക്ടറീസ് ആക്ട് 1948 ഫാക്ടറീസ് ആക്ട്, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്, അങ്ങനെ പല പല ആക്ടുകളും ഇന്ത്യയിലുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ബിസിനസ്സിന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ടെക്നോളജിക്കൽ എൻവയോൺമെന്റ്. എന്താ ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോ ഒരു പ്രോഡക്ട്സിന്റെ നിർമ്മാണത്തിനും അതുപോലെ തന്നെ വിതരണം ചെയ്യുന്നതിനും ഉപയോഗിക്കുന്ന രീതികൾ ഇന്ന് ടെക്നോളജി ഇങ്ങനെ മാറിക്കൊണ്ട് വരികയല്ലേ. ഇന്നിപ്പോ പല പല സാങ്കേതിക വിദ്യകളാണ്. അല്ലെ? ഇപ്പൊ നോക്കി നോക്കൂ, അമേരിക്കയിലൊക്കെ പല വൈദ്യുതിയുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങള് 110 വോൾട്ടിനാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇന്ത്യയില് 220 വോൾട്ടിന് അനുയോജ്യമായിട്ട് വേണം ഈ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കേണ്ടത്. അല്ലെ? അപ്പോ ബിസിനസിന്റെ ഓരോ രാജ്യത്തിനനുസരിച്ച് ഓരോ രാജ്യത്തും പല രീതിയിലുള്ള ടെക്നോളജികളായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്യേണ്ടി വരും? ബിസിനസ്സിൽ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടി വരും. അതേപോലെ തന്നെ അടുത്ത ഒരു ഒരു നോൺ എക്കണോമിക് എൻവയോൺമെന്റ് ആണ് ഡെമോഗ്രാഫിക് എൻവയോൺമെന്റ്. ഓക്കെ, അതായത് ജനസംഖ്യയുടെ വലിപ്പം, അതുപോലെ തന്നെ സാന്ദ്രത, വിതരണം, വളർച്ചാ നിരക്ക്, ഇതൊക്കെ എന്ത് ചെയ്യും? ബിസിനസിനെ ബാധിക്കും. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു രാജ്യത്ത് കുട്ടികളുടെ എണ്ണമാണ് കൂടുതലെങ്കിൽ ആ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആവശ്യം എന്തായിരിക്കും? ബേബി പ്രോഡക്ട്സിനായിരിക്കും. അല്ലെ? അതുപോലെ തന്നെ എന്താണ് പിന്നെ അതുപോലെ തന്നെ ഈ ഗ്രാമപ്രദേശത്തെ ആവശ്യങ്ങള്, കൂടുതൽ ഗ്രാമപ്രദേശങ്ങളാണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ ഗ്രാമപ്രദേശത്തിലെ ആവശ്യങ്ങളും നഗരപ്രദേശങ്ങളിലെ ആവശ്യങ്ങളും വ്യത്യസ്തമല്ലേ? അല്ലെ? അതുപോലെ തന്നെ ഇപ്പൊ ജനസംഖ്യ കൂടുതലുള്ള ഒരു രാജ്യമാണെന്നുണ്ടെങ്കിൽ അവിടെ എംപ്ലോയീസിനെ നമുക്ക് പെട്ടെന്ന് കിട്ടും. ഇല്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ജനസംഖ്യയുമായി ബന്ധപ്പെട്ട്. അതുപോലെ തന്നെ അടുത്ത് നോക്കി നോക്കൂ, നാച്ചുറൽ എൻവയോൺമെന്റ്. അല്ലെ? ബിസിനസിനെ ബാധിക്കുന്ന മറ്റൊരു ഘടകമാണ് എന്ത്? നാച്ചുറൽ എൻവയോൺമെന്റ്. അതെന്താ സംഭവം? അതായത് നമ്മുടെ പ്രകൃതി വിഭവങ്ങളുടെ ലഭ്യത, കാലാവസ്ഥ, സ്ഥലം, ഭൂപ്രകൃതി. അല്ലെ? ഇപ്പൊ നോക്കി നോക്കൂ, ഒരു പഞ്ചസാര ഫാക്ടറി എവിടെയാ ഉണ്ടാക്കുക? കരിമ്പ് കൃഷി ചെയ്യാൻ കഴിയുന്ന സ്ഥലങ്ങളിലാണ് പഞ്ചസാര ഫാക്ടറി ഉണ്ടാവുക. അതായത് നമ്മുടെ ബിസിനസ്സിന് അനുയോജ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ എവിടെ നിന്നാണോ കിട്ടുന്നത് ആ സ്ഥലത്തിനടുത്താണ് നമ്മൾ ഫാക്ടറികൾ രൂപീകരിക്കുന്നത്. അല്ലെ? അപ്പോ പക്ഷേ ഈ പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണത്തിനും അതുപോലെ തന്നെ നമ്മുടെ പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താനും വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്? പല പല നയങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. ബിസിനസ്സുകാർ എന്ത് ചെയ്യണം? അത് പാലിക്കണം. ഓക്കെ, അപ്പൊ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ് എൻവയോൺമെന്റിനെ നമുക്ക് രണ്ടായിട്ടാണ് തരംതിരിക്കേണ്ടത്. എക്കണോമിക് എൻവയോൺമെന്റ് എന്നും നോൺ എക്കണോമിക് എൻവയോൺമെന്റ് എന്നും. ഇതില് എക്കണോമിക് എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ എക്കണോമിക് കണ്ടീഷൻസ്, എക്കണോമിക് പോളിസീസ്, എക്കണോമിക് സിസ്റ്റം, ഈ 3 കാര്യങ്ങളാണ് വരുന്നത്. നോൺ എക്കണോമിക് എൻവയോൺമെന്റിൽ വരുന്നത് സോഷ്യൽ അഥവാ സാമൂഹിക പരിസ്ഥിതി,
പൊളിറ്റിക്കൽ രാഷ്ട്രീയ പരിസ്ഥിതി, അതുപോലെ തന്നെ ലീഗൽ എൻവയോൺമെന്റ് നിയമ പരിസ്ഥിതി, ടെക്നോളജിക്കൽ എൻവയോൺമെന്റ്, അതുപോലെ തന്നെ ഡെമോഗ്രഫിക് ജനസംഖ്യാ എൻവയോൺമെന്റ്, നാച്ചുറൽ എൻവയോൺമെന്റ്, ഇങ്ങനെ ഇതൊക്കെയാണ് വരുന്നത്. ഓക്കെ, ദെൻ അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഈ ടൈപ്സ് ഓഫ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞ ഭാഗത്ത് നമുക്ക് വരുന്നത്. ദെൻ ഇനി നമുക്ക് അടുത്തൊരു കാര്യം നോക്കി നോക്കാം. റീസെന്റ് ഡെവലപ്മെന്റ് അല്ലെ, റീസെന്റ് ഡെവലപ്മെന്റ്സ് ഇൻ ഇന്ത്യൻ എക്കണോമി, ഇന്ത്യയുടെ സാമ്പത്തിക പരിസ്ഥിതി അല്ലെ. അതായത് ഈ ഗവൺമെന്റിന്റെ സാമ്പത്തിക നയങ്ങളിലുള്ള മാറ്റങ്ങൾ കാരണം എന്താ പറയാ, അതായത് ഇടക്കിടക്ക് ഗവൺമെന്റ് എന്ത് ചെയ്യാണ്, പല പല നയങ്ങൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്, പോളിസീസുകൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ ഈ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഇന്ത്യ പ്രധാനമായിട്ടും ഒരു കാർഷിക രാജ്യമായിരുന്നു. നമ്മുടെ നാട്ടിൽ വ്യവസായങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. ഓക്കെ, ആൻഡ് പിന്നീട് എന്ത് ചെയ്യാൻ തുടങ്ങി, വ്യവസായങ്ങളൊക്കെ വർദ്ധിക്കാനുള്ള പല പല നടപടികളും ഗവൺമെന്റ് സ്വീകരിക്കാൻ തുടങ്ങി അല്ലെ. പല വ്യവസായങ്ങൾ ഗവൺമെന്റ് തന്നെ കൊണ്ടുവരാൻ തുടങ്ങി, എക്കണോമിക് പ്ലാനിങ് നടപ്പിലാക്കി, സ്വകാര്യ മേഖലയുടെ പങ്ക് കുറച്ചു. ഓക്കെ, അപ്പൊ ഇതിന്റെ ഫലമായിട്ട് പല പല വ്യവസായങ്ങൾ വന്നതോട് കൂടിയിട്ട് നമുക്ക് ദേശീയ വരുമാനം വർദ്ധിച്ചു, ആളുകൾക്ക് കൂടുതൽ ജോലി കിട്ടി, നമ്മുടെ രാജ്യത്തിന്റെ റോഡ്, അതുപോലെ തന്നെ പാലം, അങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വർദ്ധിച്ചു അല്ലെ. അപ്പോ അങ്ങനെ 1991 ഇന്ത്യൻ ഗവൺമെന്റ് പുതിയ ഒരു നയം കൊണ്ടുവന്നു. ഓക്കെ, അപ്പൊ ഈ നയങ്ങളില് പ്രധാനമായിട്ടും 3 മേഖലകളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് ലിബറലൈസേഷൻ, രണ്ടാമത്തത് പ്രൈവറ്റൈസേഷൻ, മൂന്നാമത്തത് ഗ്ലോബലൈസേഷൻ. അപ്പൊ എന്താണ് അതിനെ നമുക്ക് LPG എന്ന് വിളിക്കാം. അപ്പൊ എന്താണ് LPG എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ സാമ്പത്തിക പരിഷ്കാരങ്ങളാണ്. ഓക്കെ, അതിൽ ലിബറലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ ബിസിനസ്സിലെ വ്യവസായങ്ങളെ, അതായത് ഇന്ത്യയിലെ വ്യവസായങ്ങളിലെ നിയന്ത്രണങ്ങളൊക്കെ നീക്കം ചെയ്യാം അല്ലെ. അതേപോലെ തന്നെ എന്താണ്, നമ്മുടെ നാട്ടിലൊക്കെ ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ പല നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കും, അതൊക്കെ നീക്കം ചെയ്തിട്ട് എന്ത് ചെയ്യാ, സ്വകാര്യ മേഖലകൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കുക, എല്ലാ കാര്യങ്ങളും ലിബറൽ ആക്കുക. ഓക്കെ, പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങള് സ്വകാര്യ അല്ലെങ്കിൽ സ്വകാര്യ മേഖലക്ക് കൈമാറുക. അതായത് ഈ പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പൊതുമേഖലക്ക് മാത്രമായിട്ട് നമുക്ക് ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, പൊതുമേഖലകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, അവർക്ക് കൂടുതൽ അവസരങ്ങൾ കൊടുക്കുക, അതാണ് പ്രൈവറ്റൈസേഷൻ. ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ രാജ്യാന്തര വ്യാപാരം അല്ലെ. അതായത് നമ്മുടെ പ്രോഡക്റ്റ് മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള നയങ്ങളും കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരുത്തുക. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് LPG എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗത്ത് വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റ് നോക്കി നോക്കാം. അപ്പൊ ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, LPG എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമുക്കിനി അടുത്ത ഒരു മേഖലയാണ് നമ്മുടെ GST അല്ലെ. GST എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അപ്പോ എന്താണ് GST? ഇപ്പൊ ഈ അടുത്ത് വന്നതാണ് അല്ലെ. അതായത് 2017 GST ആദ്യമായിട്ട് വന്നത് അല്ലെ. അതായത് ഈ GSTയുടെ ഒരു മുദ്രാവാക്യം എന്താണ്, 1 Nation 1 Tax. അതായത് ഇന്ത്യയിലെ 2017 ജൂലൈ 1 മുതലാണ് GST നടപ്പിലാക്കിയത്. ഇതെന്താ പറയുന്നത്, എല്ലാ സാധനങ്ങളുടെയും അതുപോലെ തന്നെ സർവീസുകളുടെയും വിതരണത്തിന് ചുമത്തുന്ന ഡയറക്റ്റ് ടാക്സ് അല്ലെ, ടാക്സ് അല്ലെ. അതായത് എന്താണ് GST എന്ന് പറയുമ്പോ എന്താണ്, അതായത് നമ്മള് ഒരു
എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസിനും ഒരേ ടാക്സ് എന്നുള്ള രീതിയിൽ. അങ്ങനെ പറഞ്ഞാൽ എന്താ, നമുക്ക് ഒരു വട്ടം നമ്മൾ ടാക്സ് അടച്ചിട്ടുള്ള ഗുഡ്സിന്റെ മുകളിൽ വീണ്ടും ടാക്സ് അടക്കേണ്ട ആവശ്യം നമുക്കില്ല GST വന്നതോട് കൂടിയിട്ട്. അതേപോലെ തന്നെ നമുക്ക് GST ഓൺലൈൻ സംവിധാനം വഴി നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും അല്ലെ. അതുപോലെ തന്നെ ഈ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒക്കെ ചെലവ് കുറക്കാൻ സാധിച്ചു. നികുതി നടപടികളൊക്കെ വേഗത്തിലാക്കി. നിയമപരമായ നടപടികളുടെ എണ്ണം കുറച്ചു. അങ്ങനെ അപ്പൊ GST എന്ന് പറയുമ്പോൾ 2017 നടപ്പാക്കിയിട്ടുള്ള ഏകീകൃത നികുതി വ്യവസായമാണ്. ഓക്കെ, അപ്പോ ഒന്നിലധികം പരോക്ഷ നികുതികളൊക്കെ ഒന്നാക്കി ഡബിൾ ടാക്സാഷൻ ഒഴിവാക്കാൻ കൊണ്ടുവന്നിട്ടുള്ള ഒരു പദ്ധതിയാണ് എന്ത്, GST. ദെൻ അടുത്ത ഒരു പദ്ധതിയാണ് മേക്ക് ഇൻ ഇന്ത്യ. മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, 2014 സെപ്റ്റംബറിൽ ആരംഭിച്ചിട്ടുള്ള ഒരു ദേശീയ പദ്ധതിയാണ് എന്ത്, മേക്ക് ഇൻ ഇന്ത്യ. എന്തിനാണ് മേക്ക് ഇൻ ഇന്ത്യ കൊണ്ടുവന്നത്? ഇന്ത്യയിൽ നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പുതുമ ഉള്ള സാങ്കേതിക വികസനം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ പല തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടും ഇന്ത്യയിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് ലോകമെമ്പാടും വിൽക്കാൻ വേണ്ടിയിട്ടുമാണ് എന്ത്, മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആശയം കൊണ്ടുവന്നത് അല്ലെ. അപ്പൊ ആദ്യകാലങ്ങളിൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആദ്യകാലങ്ങളില് നമ്മുടെ നാട്ടിലെ ബിസിനസ് എന്തായിരുന്നു, കുറവായിരുന്നു അല്ലെ. അതായത് നമ്മുടെ നാട്ടിൽ ഒരുപാട് അസംസ്കൃത വസ്തുക്കൾ ഉണ്ട്. ഈ അസംസ്കൃത വസ്തുക്കളൊക്കെ എന്താ ചെയ്യുന്നത്, ഈ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നു, അവരുടെ നാട്ടിൽ കൊണ്ടുപോയിട്ട് അതിനെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് നമ്മുടെ നാട്ടിൽ കൊണ്ടുപോയി വിൽക്കാൻ തുടങ്ങി. അപ്പൊ ഇതിനെതിരെ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നൊരു പദ്ധതിയാണ് ഈ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് അല്ലെ. മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള അസംസ്കൃത വസ്തുക്കള് നമ്മുടെ നാട്ടിലുള്ള ജോലിക്കാരെ വെച്ചിട്ട് എന്ത് ചെയ്യാണ്, ഉണ്ടാക്കുക. അതിന് നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യുക, വ്യവസായ യൂണിറ്റുകൾ സൃഷ്ടിക്കുക. ഓക്കെ, പക്ഷെ നമുക്ക് അതിനുള്ള ഫണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്, വിദേശ ഫണ്ടുകളെയാണ് നമ്മൾ കൂടുതലും ആശ്രയിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അപ്പോ അത് അസംസ്കൃത വസ്തുക്കൾ ഇന്ത്യയിലുള്ളത്, എംപ്ലോയീസ് ഇന്ത്യയിലുള്ളതാണ്, പക്ഷെ ഫണ്ട് മാത്രം വിദേശ രാജ്യങ്ങളിൽ നിന്നായിരുന്നു. ഓക്കെ, അതാണ് മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2015 ജൂലൈയിൽ ആരംഭിച്ച ഒരു പദ്ധതിയാണിത് അല്ലെ. അതായത് ജനങ്ങളിലേക്ക് ഡിജിറ്റൽ സർവീസസ്, ഗവൺമെന്റ് ഒക്കെ ഇപ്പൊ പണ്ടത്തെ പോലെയാണോ? പണ്ടൊക്കെ നമ്മൾ ഗവൺമെന്റിന്റെ സർവീസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഗവൺമെന്റിന്റെ ഓഫീസുകളിലൊക്കെ പോയിട്ടൊക്കെ ആയിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമുക്കൊരു ഇൻകം സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, അക്ഷയ വഴി എടുക്കാവുന്നതാണ് അല്ലെ. അപ്പോ ഈ ഗവൺമെന്റ് സർവീസസുകളൊക്കെ ഡിജിറ്റലൈസ്ഡ് ആക്കിയിട്ട് എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞ പ്രോഗ്രാം വന്നത്. അപ്പൊ ഇവിടെ ഗ്രാമപ്രദേശങ്ങളിലടക്കം ഇന്റർനെറ്റ് സൗകര്യം, സ്പീഡുള്ള ഇന്റർനെറ്റ് സൗകര്യങ്ങൾ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടും ജനങ്ങൾക്ക് ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള വിവരങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടും ഗവൺമെന്റിന്റെ സർവീസസുകളൊക്കെ ഓൺലൈനായി ലഭ്യമാക്കാൻ വേണ്ടിയിട്ടും കൊണ്ടുവന്നിട്ടുള്ള ഒരു പദ്ധതിയാണ് നമ്മുടെ ഡിജിറ്റൽ ഇന്ത്യ. അപ്പൊ ഈ ഡിജിറ്റൽ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട 3 ഘടകങ്ങളാണ് എന്ത്, ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുക അല്ലെ. അതുപോലെ തന്നെ സർക്കാരിന്റെ സർവീസസുകളൊക്കെ ഡിജിറ്റലൈസ്ഡ് ആക്കുക. അതുപോലെ തന്നെ ആളുകൾക്കിടയിലെ ഡിജിറ്റൽ ലിറ്ററസി, സാക്ഷരത വർദ്ധിപ്പിക്കുക. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രോഗ്രാമിനെയാണ് നമ്മൾ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ഭാഗത്തേക്ക് നോക്കാം. നമ്മുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് അഥവാ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ്. അപ്പൊ നമുക്കറിയാം ഓരോ ബിസിനസ്സും സമൂഹത്തിന്റെ ഭാഗമാണ് അല്ലെ. അതായത് ഇപ്പൊ ഒരു ബിസിനസ് വളരാനും പ്രവർത്തിക്കാനും നമ്മുടെ സൊസൈറ്റിയിലുള്ള ഭൂമി, വെള്ളം, എംപ്ലോയീസ്, പൈസ ഇതൊക്കെ വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ ബിസിനസ് എന്ത് ചെയ്യണം, സമൂഹത്തിന്റെ താല്പര്യങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതായത് സൊസൈറ്റിക്ക് എന്താണോ വേണ്ടത് അത് നമ്മൾ ചെയ്തു കൊടുക്കണം. വെറും നമ്മൾ ലാഭം മാത്രം ഉണ്ടാക്കിയിട്ട് സൊസൈറ്റിക്ക് ഹാനികരമാവുന്ന കാര്യങ്ങൾ ചെയ്യരുത്. ബിസിനസ്സിന് ആരോടും ഉത്തരവാദിത്തമുണ്ട്, സമൂഹത്തിനോടും ഉത്തരവാദിത്തമുണ്ട്. ബിസിനസ് എന്ത് ചെയ്യണം, ലാഭം മാത്രമല്ല
സമൂഹത്തിനും പരിസ്ഥിതിക്കും വേണ്ടിയിട്ട് പ്രവർത്തിക്കണം. ആ ഒരു ആശയത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? CSR എന്ന് വിളിക്കുന്നത്. അല്ലെ? അപ്പോ എന്താണ് ഈ CSR എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സമൂഹത്തിന്റെ ഏറ്റവും നല്ല താല്പര്യം സംരക്ഷിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാനുള്ള ബിസിനസിന്റെ ബാധ്യതയാണ്, ഉത്തരവാദിത്തയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? CSR എന്ന് വിളിക്കുന്നത്. അല്ലെ? അപ്പൊ ഇവിടെ എന്താണ് ബിസിനസ് എന്ത് ചെയ്യണം? സമൂഹത്തിൽ നടക്കുന്ന എല്ലാ പരിസ്ഥിതി പ്രശ്നങ്ങളിലും സാമ്പത്തിക കാര്യങ്ങളിലും സാംസ്കാരിക കാര്യങ്ങളിലൊക്കെ ഇടപെടണം. ഓക്കെ, അപ്പൊ ഇതിനെയാണ് നമ്മൾ CSR എന്ന് പറയുന്നത്. അപ്പോ അപ്പൊ ഇനി നമുക്ക് ഈ ഒരു ബിസിനസ്സിന് പല ആളുകളോടും ഉത്തരവാദിത്തങ്ങളുണ്ട്. ആരോടൊക്കെയാണ്? ബിസിനസ്സുമായി ബന്ധപ്പെട്ട പല ആളുകളോടും ഉത്തരവാദിത്തങ്ങളുണ്ട്. ആരോടൊക്കെയാണ്? ഒന്ന്, ഷെയർ ഹോൾഡേഴ്സിനോടുള്ള ഉത്തരവാദിത്തം. എന്താണ് ഷെയർ ഹോൾഡേഴ്സിനോടുള്ള ഉത്തരവാദിത്തം? ഷെയർ ഹോൾഡേഴ്സ് ആണ് പൈസ കൊടുക്കുന്ന ആൾക്കാര്. ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള പൈസ കൊടുക്കുന്ന ആൾക്കാർ ആരാണ്? ഷെയർ ഹോൾഡേഴ്സ് ആണ്. അപ്പൊ അവർക്ക് എന്തു കൊടുക്കണം? അവര് കൊണ്ടുവന്ന ക്യാപിറ്റലിന് നമ്മൾ എന്ത് കൊടുക്കണം? ബിസിനസ് എന്ത് കൊടുക്കണം? ന്യായമായ ലാഭവിഹിതം കൊടുക്കണം. അല്ലെ? രണ്ടാമത്തെ ആളാരാണ്? കൺസ്യൂമേഴ്സ്, അല്ലെ? കസ്റ്റമേഴ്സിനോട് ബിസിനസ്സിന് എന്തുണ്ട്? ഉത്തരവാദിത്വം ഉണ്ട്. എന്താണ്? ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ അവർക്ക് ആവശ്യമുള്ള സമയത്ത് കൂടുതൽ പൈസയൊന്നും ഇല്ലാതെ, ഒരു അമിത പൈസയൊന്നും ഈടാക്കാതെ കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ചു കൊടുക്കണം. ന്യായമായ വിലക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ബിസിനസ്സിന് കസ്റ്റമറോടുള്ള ഉത്തരവാദിത്തമാണ്. ദെൻ എംപ്ലോയീസിനോട് എന്ത് ഉത്തരവാദിത്തമാണുള്ളത്? ന്യായമായിട്ടുള്ള അവർ ചെയ്ത ജോലിക്കനുസരിച്ചുള്ള സാലറി കൊടുക്കണം. അതുപോലെ തന്നെ അവർക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു ജോലി സ്ഥലം കൊടുക്കണം. അല്ലെ? അതുപോലെ തന്നെ ഗവൺമെന്റിനോട് ആൻഡ് കമ്മ്യൂണിറ്റിയോടുള്ള ഉത്തരവാദിത്തം എന്താ? ഗവൺമെന്റ് കൊണ്ടുവന്ന നിയമങ്ങൾ പാലിക്കണം, ഗവൺമെന്റിലേക്കുള്ള ടാക്സ് അടക്കണം. അല്ലെ? അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിയോട് സാമൂഹിക സേവനങ്ങൾ, അല്ലെ, അവർക്ക് ആവശ്യമായിട്ടുള്ള സാമൂഹിക സേവനങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം. ഓക്കെ, അപ്പോ ഇതൊക്കെയാണ് ബിസിനസ്സിന് പല ആളുകളോടുമുള്ള ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുന്നത്. ദെൻ ഇനി അടുത്ത നമുക്ക് നോക്കി നോക്കാം, പരിസ്ഥിതി സംരക്ഷണം. അല്ലെ? അതായത് ഇപ്പോ നമ്മുടെ പരിസ്ഥിതി പല രീതിയിൽ മലിനമാവുന്നുണ്ട്, ഇല്ലേ? അതായത് നമ്മുടെ എൻവയോൺമെന്റിൽ പല പൊല്യൂഷൻസ് നടക്കുന്നുണ്ട്, മലിനീകരണങ്ങൾ നടക്കുന്നുണ്ട്. എന്തൊക്കെ ടൈപ്സ് മലിനീകരണങ്ങളാണുള്ളത്? ഒന്നാമത്തതാണ് വായു മലിനീകരണം, രണ്ടാമത്തതാണ് ജലമലിനീകരണം, മൂന്നാമത്തതാണ് ഭൂമി മലിനീകരണം, നാലാമത്തതാണ് ശബ്ദ മലിനീകരണം. അല്ലെ? എന്താണ് വായു മലിനീകരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ഈ ഫാക്ടറികളിൽ നിന്നുള്ള രാസമാലിന്യങ്ങള്, പ്ലാസ്റ്റിക് കുപ്പികള്, ബാഗുകള്, അല്ലെ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ നദികളിലെ തടാകങ്ങളിലൊക്കെ കൊണ്ടുപോയിട്ട് പുറന്തള്ളും. അത് ജല മലിനീകരണമാണ്. അതായത് നമ്മൾ വായു മലിനീകരണത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് വായു മലിനീകരണം എങ്ങനെയാ ഉണ്ടാവുന്നത്? വാഹനങ്ങളിൽ നിന്നുള്ള കാർബൺ മോണോക്സൈഡ് പോലെയുള്ള വാതകങ്ങള് വായുവില് കലരുന്നു, അല്ലെ? അപ്പൊ വായുവിന്റെ ക്വാളിറ്റി അത് കുറക്കുന്നു. അപ്പൊ അത് മനുഷ്യന്മാർക്ക് ഹാനികരമാണ്, അത് ശ്വസിക്കുന്ന ആളുകൾക്ക് അത് ഹാനികരമാണ്. ജലമലിനീകരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ ഫാക്ടറികളിൽ നിന്ന് ഒരുപാട് വേസ്റ്റ് തള്ളുന്നുണ്ട്, ഒരുപാട് പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ നമ്മൾ തള്ളുന്നില്ലേ? അങ്ങനെ നമ്മുടെ നദികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? മലിനമാക്കുന്നുണ്ട്. ഭൂമി മലിനീകരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ രാസവസ്തുക്കള്, അതുപോലെ തന്നെ ഈ ഖരമാലിന്യങ്ങള്, മണ്ണില് അലിഞ്ഞ് ചേരാത്ത പല പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? വലിച്ചെറിയാറുണ്ട്. അപ്പൊ അങ്ങനെ ആവുമ്പോ നമ്മുടെ ഭൂമി മലിനമാവും. ശബ്ദ മലിനീകരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മളിപ്പോ പല രീതിയിലുള്ള ശബ്ദങ്ങൾ വരാറില്ലേ? ഇപ്പൊ ഫാക്ടറികളിൽ നിന്നും വാഹനങ്ങളിൽ നിന്നൊക്കെ പല ശബ്ദങ്ങൾ വരാറില്ലേ? ഇത് എന്ത് ചെയ്യും? മാനസിക പ്രശ്നങ്ങളും കേൾവി ശക്തി നഷ്ടപ്പെടല്, ഹൃദയ പ്രശ്നങ്ങള്, ഇതൊക്കെ ഉണ്ടാക്കുന്നതിന് കാരണമാകും. അപ്പൊ ഇതൊക്കെയാണ് എന്ത്? ബിസിനസ് എൻവയോൺമെന്റ് പൊല്യൂഷന്റെ കാരണങ്ങൾ. ഏതൊക്കെയാണ്? വായു മലിനീകരണം, ജലമലിനീകരണം, ഭൂമി മലിനീകരണം, ശബ്ദ മലിനീകരണം. ഓക്കെ, പിന്നെ അപ്പൊ ഇനി നമുക്ക് വേണമെങ്കിൽ ഈ മലിനീകരണങ്ങൾ തടയാൻ നമുക്ക് അല്ലെങ്കിൽ മലിനീകരണങ്ങൾ നിയന്ത്രിക്കണ്ടേ? കാരണം നിയന്ത്രിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക?
നിയന്ത്രിക്കണം. കാരണം നമ്മുടെ ജീവന്റെ സുരക്ഷ ഉറപ്പാക്കണം എന്നുണ്ടെങ്കിൽ മലിനീകരണം കൺട്രോൾ ചെയ്യണം, അല്ലെ? അതുപോലെ തന്നെ പൊതുജനാരോഗ്യം സംരക്ഷിക്കാൻ മലിനീകരണം കൺട്രോൾ ചെയ്യണം. പിന്നെ ശ്വാസ തടസ്സം, കണ്ണിലെ അസ്വസ്ഥതകൾ, പല ആരോഗ്യ പ്രശ്നങ്ങൾ കുറക്കാനും മലിനീകരണം ഒഴിവാക്കണം, അല്ലെ? അപ്പോ മലിനീകരണം ഒഴിവാക്കുക എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്നത്. പിന്നെ ഇതിൽ വേറൊരു പോയിന്റ് കൂടെ ഉണ്ട്, ബിസിനസ് എത്തിക്സ് എന്ന് പറയും, അല്ലെ? എന്താണ് ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ബിസിനസ് പ്രവർത്തനങ്ങളിലെ നീതി, സത്യസന്ധത, സുതാര്യത, ഇതൊക്കെ നമ്മൾ പാലിച്ചുകൊണ്ട് ഒരു ബിസിനസ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. അതായത് ഒരു ബിസിനസ് ചെയ്യുമ്പോൾ എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് തീരുമാനിക്കുന്ന ധാർമ്മിക തത്വങ്ങളാണ് ബിസിനസ് എത്തിക്സ്, അല്ലെ? അപ്പൊ എന്താണ് നല്ല ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അതിന് ഉദാഹരണങ്ങള്? അതായത് കസ്റ്റമേഴ്സിൽ നിന്ന് ന്യായമായിട്ടുള്ള പ്രൈസ് ഈടാക്കുക, അതേപോലെ തന്നെ അവർക്ക് ശരിയായ അളവിലും തൂക്കത്തിലും സാധനങ്ങൾ കൊടുക്കുക, നികുതി കൃത്യമായ സമയത്ത് അടക്കുക, അല്ലെ? സുരക്ഷിതമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ അവർക്ക് കൊടുക്കുക, എംപ്ലോയീസിനോടൊക്കെ നല്ല രീതിയിൽ പെരുമാറുക. ഇതൊക്കെയാണ് എന്ത് എത്തിക്കൽ ബിസിനസ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇനി എന്താണ് എലമെന്റ്സ് ഓഫ് ബിസിനസ് എത്തിക്സ്? എത്തിക്സിന്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ബിസിനസ്സിൽ എത്തിക്സ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? ബിസിനസ്സിൽ സ്വയം നിയന്ത്രണങ്ങൾ ഉണ്ടാക്കും, അല്ലെ? അതുപോലെ തന്നെ അതായത് ബിസിനസ് എത്തിക്സ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ബിസിനസ്സിന് സ്വന്തമായിട്ടൊരു കൺട്രോൾ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബിസിനസ്സിൽ സത്യസന്ധവും ഉത്തരവാദിത്വം ഉള്ളതാക്കി മാറ്റുന്നു, അല്ലെ? അതുപോലെ തന്നെ ഇപ്പൊ ഈ കസ്റ്റമേഴ്സ്, എംപ്ലോയീസ്, വിതരണക്കാര് തുടങ്ങിയവർക്ക് ന്യായമായ ഒരു പെരുമാറ്റം അവർക്ക് ഉറപ്പ് നൽകും, അല്ലെ? പിന്നെ അതുപോലെ തന്നെ നിയമങ്ങളുമായിട്ടൊക്കെ കൂടിച്ചേർന്ന്, അതായത് ഗവൺമെന്റ് കൊണ്ടുവരുന്ന നിയമങ്ങളൊക്കെ പാലിച്ച് നല്ല രീതിയിൽ നടക്കാൻ ബിസിനസ്സിന് കഴിയും. ഓക്കെ, അപ്പൊ ചുരുക്കി പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ് ബിസിനസ് എൻവയോൺമെന്റ്? നിങ്ങൾക്ക് 2 മാർക്കിന് ചോദിക്കാം. അതുപോലെ തന്നെ CSR എന്താണ്, GST എന്താണ്, ബിസിനസ് എത്തിക്സ് എന്താണ്, LPG എന്താണ്? ഇനി 5 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കി നോക്കൂ. ബിസിനസ് എൻവയോൺമെന്റിന്റെ സവിശേഷതകൾ, അതിന്റെ ഇമ്പോർട്ടൻസ്, അതിന്റെ ടൈപ്സ്, അതുപോലെ തന്നെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അല്ലെ? പിന്നെ അതുപോലെ തന്നെ ബിസിനസ് എത്തിക്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് ചോദിക്കാം. ഇനി 8 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ബിസിനസ് എൻവയോൺമെന്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിക്കാൻ, അല്ലെ? അതുപോലെ തന്നെ CSRനെ കുറിച്ചും ബിസിനസ് എത്തിക്സിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അപ്പൊ ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഉള്ളത് പ്രധാനമായിട്ടും എന്താണ് ബിസിനസ് എൻവയോൺമെന്റ്, ടൈപ്സ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ്, ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ്, അതുപോലെ തന്നെ LPG, അതുപോലെ തന്നെ CSR, മെയ്ക്ക് ഇൻ ഇന്ത്യ പഠിക്കുന്നുണ്ട്, GST, ഡിജിറ്റൽ ഇന്ത്യ, അതുപോലെ തന്നെ എത്തിക്സ്. അപ്പൊ ഇത്രയും പോയിന്റുകളാണ് ഈ ഒരു ചാപ്റ്ററിൽ ഉള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, താങ്ക് യു.